ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ചെന്നപ്പെട്ട മർത്തോമ ഹൈസ്കൂളിന്റെ നവീകരിച്ച കെട്ടിടം സ്കൂളിനായി സമർപ്പിച്ചു. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പയാണ് കൂദാശ ചെയ്തുകൊണ്ട് നവീകരണം പൂർത്തിയാക്കിയ കെട്ടിട സമർപ്പണം നടത്തിയത്. ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സഭ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും അധ്യാപകർ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ പരിശ്രമമാണ് ചെന്നപ്പെട്ട മർത്തോമ ഹൈസ്കൂളിന്റെ മികച്ച വിജയമെന്നും കൂദാശ കർമ്മത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. ഓരോ സ്കൂളും അത് ഭദ്രാസനമായിട്ട് നേരിട്ട് നടത്തുന്നതായാലും മർത്തോമ സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ളതായ സ്കൂളുകളായാലും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണം. അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇതെല്ലാം സാധ്യമാകണം എന്നുള്ള താല്പര്യം വളരെയധികം നാം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് ഇത് കാണുമ്പോൾ ഏറ്റവും സന്തോഷമാണ്. ഈ സ്കൂളിൽ പഠിച്ചതായ മുൻ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ നാട്ടുകാർ എല്ലാവർക്കും അഭിമാനകരമായിട്ട് ഈ സ്കൂൾ മാറുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. 73 വർഷങ്ങൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അനുഭവിച്ച് ഈ ചെന്നപ്പെട്ട ചുറ്റുപാടിൽ അനേകർക്ക് വെളിച്ചം നൽകുവാൻ, പുതിയ ദിശാബോധം നൽകുവാൻ, ദർശനം നൽകുവാൻ, അവരുടെ ഭാവി ഭാസുരമാക്കുവാനൊക്കെ ഇടയാക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. സ്കൂൾ PTA പ്രസിഡന്റ് സിനു ജോൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോജി മാത്യു, ലോക്കൽ മാനേജർ ഫാദർ സുനിത് മാത്യു, ഫാദർ ജിജി മാത്യൂസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സാബു, HM G ലാലി, ജെസി കെ റേച്ചൽ, ബാബു തടത്തിൽ, ജിബിൻ തോമസ്, A തോമസ്, സിബി ജോർജ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ ആദ്യ HM ടിയോ ജോർജ് സ്കൂൾ കെട്ടിട നവീകരണം വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരൻ, സ്കൂൾ നവീകരണത്തിനായി സഹകരിച്ചവർ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 2.5 മാസം കൊണ്ടാണ് സ്കൂൾ കെട്ടിടം ആധുനിക രീതിയിൽ നവീകരണം പൂർത്തീകരിച്ചത്. നാട്ടുവാർത്ത, അഞ്ചൽ.